ഫ്രാൻസ് മൊറോക്കോ മത്സരം വിലയിരുത്തിയാണ് സ്പോർട്സ് നിരീക്ഷകൻ KM നരേന്ദ്രൻ. അതിലേക്ക് അമേരിക്കയിലെ ഫോക്സ്ബറോയിൽ ഗില്ലറ്റ് സ്റ്റേഡിയം എന്ന് പറയുന്ന മൈതാനത്താണ് ഫ്രാൻസ് മൊറോക്കോ മത്സരം നടന്നത്. മത്സരത്തിൽ ഏവരും പ്രതീക്ഷിച്ചതുപോലെ ഫ്രാൻസ് തന്നെ ജയിച്ചു. സ്കോർ 2-0. ഫ്രാൻസിന്റെ മേധാവിത്വം പ്രകടമായിരുന്നു. ആദ്യ പകുതിയിൽ ഗോളൊന്നും ഉണ്ടായില്ല. കളി അല്പം മന്ദഗതിയിലുമായിരുന്നു. ഫ്രാൻസിന് അവരുടെ കേളികേട്ട ആ സ്ഥിരം കൃത്യതയും കരുത്തും കാണിക്കാൻ കഴിഞ്ഞതുമില്ല. പല മിസ്പാസുകളും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നത് കണ്ടു. മിസ്പാസുകൾ മാത്രമല്ല, ദുർബലവും ലക്ഷ്യബോധമില്ലാത്ത ഹെഡറുകളും. ഒന്നാം പകുതിയിൽ എംബാപ്പെ ഒരു പെനാൽറ്റി നേടി അത് എംബാപ്പെ തന്നെ നഷ്ടപ്പെടുത്തുകയും ചെയ്തു. എംബാപ്പയുടെ ദുർബലമായ പെനാൽറ്റി കിക്ക് മൊറോക്കൻ ഗോളി യാസിൻ ബോനു തന്റെ ഇടതുഭാഗത്തേക്ക് ഡൈവ് ചെയ്ത് എളുപ്പത്തിൽ രക്ഷപ്പെടുത്തി എന്ന് പറയാം. ഇതൊക്കെയാണെങ്കിലും ഫ്രാൻസ് തന്നെയായിരുന്നു ആധിപത്യത്തിൽ മുന്നിൽ. ഫ്രാൻസ് 13 തവണ ഗോൾ മുഖം ആക്രമിച്ച സമയത്ത് മൊറോക്കോവിന് ഒരു തവണയേ അത് കഴിഞ്ഞുള്ളൂ. അവർ പൂർണ്ണമായും ഡിഫൻസിൽ ഒതുങ്ങി. രണ്ടാം പകുതിയിൽ ചിത്രം മാറി. ഫ്രാൻസ് തങ്ങളുടെ ഫോമിലേക്ക് തിരിച്ചു വന്നു. 60-ാം മിനിറ്റിൽ എംബാപ്പയും 67-ാം മിനിറ്റിൽ ഡെംബലെയും ഗോളടിച്ചു. ബോക്സിന്റെ ഒരു വശത്തു നിന്ന് ലഭിച്ച പന്ത് ഒരു ലെഫ്റ്റ് ഫുട്ടറിലൂടെ എംബാപ്പയെ വലയിലാക്കി. ഇതോടെ എംബാപ്പയുടെ ഗോൾ എണ്ണം 8ആയി. മെസ്സി, എംബാപ്പെ, ഹാലൻഡ് എന്നിവരുടെ മത്സരം, അതായത് ഗോൾഡൻ ബൂട്ടിനുള്ള മത്സരം, ഇതോടെ ഒന്നുകൂടി കടുത്തു. സെമിഫൈനലിൽ ഫ്രാൻസ് നേരിടുക സ്പെയിൻ ബെൽജിയം മത്സരത്തിലെ വിജയികളെ ആയിരിക്കും. ഇനി പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ചോദ്യം: ആരായിരിക്കും 4 ടീമുകൾ സെമിഫൈനലിൽ എത്താൻ പോകുന്നത്? എന്റെ ഒരു പ്രവചനം പറയാം. അത് ശരിയാവണമെന്നില്ല, തെറ്റാവാനാണ് സാധ്യത. എങ്കിലും പറയാം. അത് ഫ്രാൻസ്, സ്പെയിൻ, ഇംഗ്ലണ്ട്, അർജന്റീന എന്നീ 4 ടീമുകൾ. ഇങ്ങനെ പറയാനൊരു കാരണമുണ്ട്. ലോകകപ്പ് നേടിയ ചരിത്രം, കഴിഞ്ഞ 60 വർഷത്തെ ചരിത്രം നോക്കുകയാണെങ്കിൽ ആകെ 7 ടീമുകളെ ലോകകപ്പ് നേടിയിട്ടുള്ളൂ. പുതിയൊരു ടീം അവിടെ വരാറില്ല. അത്രയും യാഥാസ്ഥിതികമാണ് ഒരർത്ഥത്തിൽ ലോകകപ്പിന്റെ സ്ട്രക്ചർ. വളരെ ജനകീയമാണ് ഫുട്ബോൾ എന്നൊക്കെ പറയാം. പക്ഷെ 7 ടീമുകൾക്ക് അപ്പുറത്തേക്ക് ലോകകപ്പ് പോകാറില്ല. അവർ തന്നെയായിരിക്കും വീണ്ടും 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 വരിക. അപ്പൊ ഈ 4 ടീമുകൾ ഇവിടെ ബാക്കിയുണ്ട്. നമുക്ക് നോക്കാം, ഹാലൻഡിന്റെ നോർവേയോ അല്ലെങ്കിൽ ലുക്കാക്കു കളിക്കുന്ന ബെൽജിയത്തിനോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം.